തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. മേയർ ഡ്രൈവർ തർക്കത്തിൽ KSRTC ബസിന്റെ കണ്ടക്ടർ സുബിനെ തമ്പാനൂർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായ കേസിലാണ് ചോദ്യം ചെയ്യൽ. KSRTCയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. അല്ലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലാണോ സുബിനെ ചോദ്യം ചെയ്യുന്നത്, അതല്ല മേയർ ഡ്രൈവർ വാക്ക് തർക്കവുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാനാണോ വിളിപ്പിച്ചിരിക്കുന്നത്? ആ മൊഴിയെടുപ്പ് നേരത്തെ കഴിഞ്ഞതാണ് അരുൺ. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ നേരത്തെ തന്നെ സുബിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായതാണ്. ഇപ്പോൾ തമ്പാനൂർ പോലീസാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. അത് KSRTC നൽകിയ പരാതിയിൽ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായി എന്ന് KSRTC നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സുബിന്റെ മൊഴി പോലീസ് സംഘം എടുത്തുകൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ പോലീസാണ് അദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്തുന്നത്. പലതരത്തിലുള്ള അവ്യക്തതകൾ ഇപ്പോൾ ഇക്കാര്യത്തിലുണ്ട്. അത് രാവിലെ സുബിനെ വീട്ടിൽ നിന്ന് പോലീസ് സംഘം വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. മറ്റൊന്ന് കസ്റ്റഡിയിലെടുത്തു പറയുന്നുണ്ട്. അതും കൃത്യമായി സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നുമില്ല. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുബിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. ഏതായാലും സുബിനെ കുറച്ച് മണിക്കൂറുകളായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് KSRTCയിലെ തമ്പാനൂരിലെ മുഴുവൻ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നതാണ്. കാരണം ഈ വാക്കുതർക്കത്തിന് ശേഷം, പ്രശ്നത്തിന് ശേഷം ബസ് KSRTCയിലെ തമ്പാനൂർ സ്റ്റാൻഡിലായിരുന്നു കൊണ്ടിട്ടിരുന്നത്. അവിടെ നിന്നാണോ ഈ മെമ്മറി കാർഡ് നഷ്ടമായത് എന്നുള്ളൊരു പ്രാഥമിക സംശയം പോലീസിനുണ്ട്. അവിടെ നിന്നാണ് നഷ്ടമായത് എന്നും പോലീസ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിലും തമ്പാനൂരെ ബസ് സ്റ്റാൻഡിനകത്തുള്ള ടെർമിനലിനകത്തുള്ള CCTV ദൃശ്യങ്ങളും അവിടുത്തെ ജീവനക്കാരെയും ഒക്കെ ചോദ്യം ചെയ്തത് ഒരു പക്ഷേ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് ആരാണ് എന്നതൊരു വ്യക്തത ലഭിക്കുമെന്നുള്ളതായിരുന്നു പോലീസിന്റെ അനുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ യദുവിനെയല്ല ഈ കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സുബിൻ ഇടതുപക്ഷ അനുഭാവിയാണ്, DYFI പ്രവർത്തകനാണ് എന്നത് അടക്കമുള്ള ആരോപണം ഡ്രൈവറായിരുന്ന യദു ഉന്നയിച്ചിരുന്നു. എന്ന് മാത്രമല്ല ഈ സംഭവം നടന്നപ്പോൾ തന്നെ സുബിൻ MP A റഹീമിനെ വിളിച്ചിരുന്നു എന്ന് റഹീം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സുബിൻ തന്നെ പലപ്പോഴും പറഞ്ഞു താൻ ഇടതുപക്ഷ അനുഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ ആ യൂണിയനിൽപ്പെട്ട ആളാണെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇത് പറയുന്നത് അത്തരത്തിൽ മേയറെയും MLAയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണാനുകൂല യൂണിയനുകൾ തന്നെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റി എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്തു എന്ന് പറയാറായിട്ടില്ല. ക്ഷമിക്കണം, സുബിനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയാറായിട്ടില്ല അല്ലേ? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. പല ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുമ്പോൾ DCPയോടൊക്കെ നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു സാഹചര്യവുമില്ല, സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മറ്റു ചില ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അനൌദ്യോഗികമായി അവർ പറയുന്നത് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ ചില അവ്യക്തതകളുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തത നൽകുന്നില്ല. അത് വരും മണിക്കൂറിൽ നമുക്കൊരു പക്ഷേ വ്യക്തമാവുകയും ചെയ്യും. മറ്റൊരു കൂട്ടർ പറയുന്നത് സുബിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചും നമ്മൾ DCP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടോ മറ്റു ഉദ്യോഗസ്ഥരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ കസ്റ്റഡിയിൽ സാഹചര്യം നിലവിലില്ല. KSRTCയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സുബിനെ ചോദ്യം ചെയ്തു. സുബിനെ കുറച്ച് വിശദമായി ചോദ്യം ചെയ്യണം. കാരണം ഈ വാക്ക് തർക്കം ഉണ്ടായപ്പോൾ ആ ബസ്സിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാളാണ് സുബിൻ. ആ അർത്ഥത്തിൽ കുറച്ച് വിശദമായി കുറച്ച് കൂടുതൽ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പുലർച്ചെ തന്നെ വന്നിരുന്നോ? 6 മണിയായപ്പോൾ തന്നെ വന്നിരുന്നോ? അതല്ല 7 മണിക്ക് ശേഷമാണോ എത്തിയത്? അതിലും ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഉദ്യോഗസ്ഥരോടും സംസാരിക്കുമ്പോൾ പല വിധത്തിലാണ് അവർ മറുപടി പറയുന്നത്. എന്നു മാത്രമല്ല സുബിനെ എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് പോലും ഒരു വ്യക്തതയിലേക്ക്. ഈ കേസ് അന്വേഷിക്കുന്നത്, ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. തമ്പാനൂർ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ സുബിനില്ല. അവിടെ വെച്ചല്ല ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന തമ്പാനൂർ SHO ഉൾപ്പെടെയുള്ളവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇല്ലതാനും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കന്റോൺമെന്റ് സ്റ്റേഷനിലാണ്. അവിടെയും ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ മറ്റേതൊരു കേന്ദ്രത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അവ്യക്തതകൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ അവ്യക്തതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ കസ്റ്റഡിയിൽ ഉണ്ട് എന്നും സുബിനെ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്തേക്കാമെന്നുമുള്ളൊരു കഥകൾ പ്രചരിക്കുന്നു. പക്ഷേ ആ കഥകൾ അസ്ഥാനത്താണ് എന്ന് DCP തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യം എന്തായാലും ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ വരും മണിക്കൂറിൽ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും. ഒരു പക്ഷേ ഈ സുബിനെ രഹസ്യമായിട്ട് ഏതെങ്കിലും ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനൊക്കെ ഒഴിവാക്കി മറ്റൊരിടത്താണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് അത്തരമൊരു രഹസ്യാത്മക അക്കാര്യത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതുപോലെ തന്നെ ഒരു ആശങ്ക ഉണർത്തുന്ന അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പവും കൂടുതൽ സന്ദേഹവും ഒക്കെ ഉണർത്തുന്ന ഒരു ഘടകമായി തീരുകയും ചെയ്യും. ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുമെന്നതിനാണ് മനസ്സിലാക്കാനാകുന്നത്. സ്ഥിരീകരിക്കാവുന്ന കാര്യം ഏതായാലും ഈ മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് ആ സംഭവത്തിൽ ആ ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ
തർക്കവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ബസിന്റെ പിൻസീറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ യദു മേയർക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല, അതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മറ്റൊന്ന് മേയറും സംഘവും സഞ്ചരിച്ച വാഹനം ഓവർടേക്ക് ചെയ്തിരുന്നോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. വാഹനത്തിനകത്താണ് അവർ വന്ന വാഹനം കണ്ടില്ല. കൂടുതൽ വിശദാംശങ്ങളൊക്കെ ശേഖരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. യദുവിന്റെ കൂടെ ഡ്രൈവർ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന സുബിനെ ഇപ്പോൾ തമ്പാനൂർ പോലീസിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിലെടുത്തു എന്ന് ചിലർ പറയുന്നു, പക്ഷേ കസ്റ്റഡി എടുത്തതായിട്ട് ഉറപ്പിക്കാറായിട്ടില്ല എന്നും അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം.